വന്നേട്ടാ. കയ്യൊന്ന് വിട്. ഇതെന്ത് കഷ്ടം. വരണം. നമസ്കാരം സാർ. പറയണം ചേട്ടാ, സാറിനോട് എല്ലാം പറയണം. എന്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ ചെവല കാറാണത്. ഇവിടത്തെ കാർ മോഷണം പോയോ? അല്ല, അതല്ലേ സാർ ഞാൻ പറഞ്ഞത്, മോഷണം പോയി. അതിന് ഞങ്ങൾ പരാതി തന്നല്ലോ. അതറിയാനാ ഞാനും വന്നത്. ആരുടെ കയ്യിൽ പരാതി കൊടുത്തു? സാറിന് സ്റ്റേഷനിൽ ഒരുപാട് തിരക്കായിരിക്കും. അതിനിടയ്ക്ക് ഇത്തരം കേസിനായിട്ടൊക്കെ ഞാൻ സ്റ്റേഷനിൽ വന്ന് കണ്ടോളാം സാറേ. അതൊക്കെ പോകാം. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് പറയണം. മഴ വരുന്നുണ്ട്, ആകാശം നന്നായിട്ട് കറുത്തിട്ടുണ്ട്. നിങ്ങളെന്താ കുട്ടികളി കളിക്കാണോ? അയ്യോ ഇല്ല സാർ, സത്യം പറഞ്ഞ ആ കാറ് മോഷണം പോയതോടെ എന്തെങ്കിലും നമ്പർ ഇട്ടില്ലേ നിൽക്കാൻ പറ്റത്തില്ല. അയ്യോ എന്താ? ഒന്നുമില്ല സാറേ. എന്താ എന്താ ചേട്ടാ? ഒന്നുമില്ല, ഗ്യാസ് കയറിയതായിരിക്കും. കാറിനെ കുറിച്ച് ആലോചിച്ച് അന്നേരം എന്റെ ചേട്ടനെ നെഞ്ചത്ത് കൊളുത്തി പിടിക്കും. അല്ല വിശ്വേട്ടാ, നമുക്ക് ആശുപത്രി പോവാൻ ചേട്ടാ. ശാന്തമായിട്ട് എനിക്കൊന്ന് ഇരുന്നാ മതി. ഈശ്വര, ഇതൊന്നും കാണാൻ ഇടയാകാതെ എന്നെ. അല്ല, ഇടക്കിടയ്ക്ക് ഞാൻ നെഞ്ചുവേന ഇല്ല വരാറില്ല. സർ. ചേട്ടാ, നമുക്ക് ആശുപത്രി പോവാം. കാറിനെ കുറിച്ച് ചേട്ടൻ ഒന്നും പറയണ്ട. വേണ്ട വേണ്ട, ചേട്ടൻ റെസ്റ്റ് എടുക്ക്. ഇന്നിനി കാറിനെ കുറിച്ച് ഒന്നും ചോദിക്കണ്ട സർ. കാറിനേക്കാളും വലുത് എനിക്ക് എന്റെ വിശ്വേട്ടന്റെ ആരോഗ്യം. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. ശരി ഏട്ടാ, ശരി. വന്നതിന് നന്ദി സർ. പതുക്കെ പതുക്കെ ഏട്ടാ. ഇനി കാറിനെ കുറിച്ച് ഒന്നും ഞങ്ങൾ ആരും ചേട്ടനോട് ചോദിക്കത്തില്ല. സത്യം പറഞ്ഞ ചേട്ടൻ ക്ഷീണം വരുന്ന കണ്ടപ്പോ ചിലപ്പോ അത് തോന്നലായിരിക്കും. ആയിരിക്കും. അല്ലാതെ നല്ല മനുഷ്യർക്ക് ദൈവം അങ്ങനെ വേദനകൾ തരത്തില്ല. എനിക്കെന്തെങ്കിലും വന്നാലും സാരമില്ല. എന്റെ കണ്ണടയുന്നവരെ എന്റെ ചേട്ടന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്ന പോലും ഞാൻ സഹിക്കത്തില്ല. എസ് ഐ കാറിനെ തുടങ്ങിയോ? ദൈവമേ, പിന്നെ നെഞ്ചുവേന തുടങ്ങിയോ? സാരമില്ല, സാരമില്ല. എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോ ഒരു അത്രക്ക് ഞാൻ അതിനെ ഇല്ലേട്ടാ, ഇല്ലേട്ടാ, ഇല്ല. ഞാൻ കാറ് ഇല്ല. ഇനി അതിനെ ഓർമ്മിപ്പിക്കില്ല. ഇല്ല ഇല്ല. ഇനി അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയത്തില്ല. സത്യമായിട്ട് ഞാൻ പറയത്തില്ല ഏട്ടാ. ചേട്ടാ, ഈ പാലം കുടിച്ചേ. ചേട്ടാ കുടിച്ചോണ്ടിരിക്കും, ഞാൻ ഇപ്പൊ വരാം. എന്റെ ദൈവമേ. പാവം. സാറിന് ഹാർട്ട് അറ്റാക്ക്. എന്തോന്ന്? ഹാർട്ട് അറ്റാക്ക് എങ്ങനെ? കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടായിരിക്കും. ആഹാരം കഴിച്ച് വെറുതെ വെറുതെ ഇരിക്കല്ലേ, അപ്പൊ അവനങ്ങ് കൂടും. മറ്റവൻ എടേ നോക്ക്, കൊളസ്ട്രോളിനെ കുറിച്ചും ഷുഗറിനെ കുറിച്ചും എനിക്കെല്ലാം പച്ചവെള്ളമായിട്ട് അറിയാം. കൊളസ്ട്രോള് 2 തരം ഉണ്ട്, HDL-ഉം LDL-ഉം. അങ്ങനെ 2 ടൈപ്പ്. പിന്നെ ഇതിന്റെയൊക്കെ ഒരു വേന്ദ്രയുണ്ട്. എന്റെ അമ്പോ, അതൊരു ഉഗ്ര സാധനമാണ്. അതാണ് ഡൈക്ലോറൈസ്. അവനെ നമ്മൾ സൂക്ഷിക്കണം. എന്റെ പൊന്നു കുക്കുരു, അവൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഹാർട്ടിനെ കൊണ്ടേ പോവും. നിങ്ങള് ഭയങ്കര ആള് തന്നല്ലോ അമ്മച്ചി, എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയല്ലേ. ഞാൻ പറഞ്ഞ് എന്നെ അമ്മച്ചിക്ക് അമ്മച്ചി വിളിക്കായിരുന്നു കേട്ടാ. പറഞ്ഞേട്ടാ പോട്ടെ ചേച്ചി. നോക്കടേ, ഈ കാലത്തുണ്ടല്ലോ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്തടേ. ഇനി നീ നോക്കിക്കോ, വീടിന് ഒരു ആശുപത്രി അങ്ങനെയാണ് വരാൻ പോണത്. അതിരിക്കട്ടെ, ചേട്ടനെവിടെ?